നമസ്കാരം. അയൽരാജ്യമായ ശ്രീലങ്ക നേരിടുന്ന കടുത്ത ഊർജ പ്രതിസന്ധിയിൽ താങ്ങായി വീണ്ടും ഇന്ത്യയുടെ സഹായഹസ്തം. ഏകദേശം 38,000 മെട്രിക് ടൺ ഇന്ധനമാണ് ഇന്ത്യ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ 20,000 മെട്രിക് ടൺ ഡീസലും 18,000 മെട്രിക് ടൺ പെട്രോളുമാണുള്ളത്. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനാണ് ശനിയാഴ്ച ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ മൂലം ആഗോളതലത്തിൽ ഇന്ധന വിതരണ ശൃംഖല തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ നിർണായക ഇടപെടൽ. എന്തുകൊണ്ടാണ് ശ്രീലങ്ക ഇത്തരമൊരു പ്രതിസന്ധിയിലായത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെയും സിംഗപ്പൂരിലെയും വിതരണക്കാരുമായി ശ്രീലങ്കൻ IOC നേരത്തെ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ മേഖലയിലെ യുദ്ധം മൂലം കപ്പലുകൾ ലഭ്യമാകാത്തതിനാലും വിതരണത്തിലെ തടസ്സങ്ങൾ കാരണവും ഇന്ധനം എത്തിക്കാൻ കഴിയില്ലെന്ന് ഈ കമ്പനികൾ അറിയിച്ചു. ഫോഴ്സ് മജൂർ എന്ന വ്യവസ്ഥ ഉപയോഗിച്ചാണ് അവർ പിന്മാറിയത്. ഇതോടെ ദ്വീപ് രാഷ്ട്രത്തിൽ ഇന്ധന വിതരണം നിലയ്ക്കുമെന്ന ഭീതി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര സഹായത്തിനായി ശ്രീലങ്ക ഇന്ത്യയെ സമീപിച്ചത്. ഈ സഹായത്തിന് പിന്നിൽ ശക്തമായ നയതന്ത്ര ഇടപെടലുകളുണ്ട്. മാർച്ച് 24-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള വിതരണ ശൃംഖലയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. ഇതിനു മുന്നോടിയായി വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്തും തമ്മിലും ചർച്ചകൾ നടത്തിയിരുന്നു. ലങ്ക IOC വഴിയാണ് ഭാരത സർക്കാർ ഈ റെസ്ക്യൂ സപ്ലൈ ലഭ്യമാക്കിയത്. ശ്രീലങ്കയിൽ ഇന്ധനവില 25% വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ സഹായം എത്തുന്നത്. അയൽരാജ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് നയത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശ്രീലങ്കയെ ചേർത്തു പിടിക്കുന്നതിലൂടെ മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിലും ഊർജ്ജ സുരക്ഷാ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിക്കാനാണ് തീരുമാനം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.